ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു വർക്കാണ് ചെയ്യാൻ പോണ. നമ്മൾ ഫ്രഞ്ച് നോട്ടും പിന്നെ കുറച്ച് ബീഡ്സും കൂടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ചുരിദാറിൻ്റെ നെക്ക് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ തന്നെയായിട്ട് നമ്മളൊരു റൗണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു റൗണ്ട് വരച്ച് കൊടുക്കാൻ പോവാണ്. നമ്മളിങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു വലിയൊരു റൗണ്ടിൽ നമ്മൾ ഈ ഒരു റൗണ്ടുണ്ട്, ഒരു ചെറിയൊരു റൗണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അതിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ റൗണ്ട് കൊടുക്കണം കേട്ടോ. ഇനി ഈ വരയിൽ തന്നെ നമ്മൾ ഈ റൗണ്ടിൻ്റെ വരയിൽ തന്നെ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ റൗണ്ടുകളാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു റൗണ്ട് വരച്ചു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലീഫ് നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ലീഫിന് ഇത് കറക്റ്റ് ഇതേ സൈസിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെട്ടിയെടുത്തേക്കുന്നത്. ഈ ഒരു പേപ്പറിൽ ആകുമ്പോൾ 2 ലീഫ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ലീഫ് ഒന്ന് എത്ര ഗ്യാപ്പ് വരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക കേട്ടോ. അപ്പോൾ ഈ ലീഫിൻ്റെ ഈ ഗ്യാപ്പ് അനുസരിച്ചിട്ട് അടുത്ത റൗണ്ട് നമ്മൾ ഈ ഒരു ലീഫ് കഴിഞ്ഞിട്ടാട്ടോ വരയ്ക്കേണ്ടത്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ വരച്ച് പോകുന്നത്. അപ്പോൾ അടുത്ത റൗണ്ട് ഇവിടെ കൊടുക്കണം കേട്ടോ. ഈ ലീഫ് കഴിഞ്ഞിട്ട് ഇത്രയും സ്ഥലം നമ്മൾ വിട്ടിട്ട് നമ്മൾ റൗണ്ട് കൊടുക്കണം. നമ്മളിങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ ഈ റൗണ്ടിൽ ഈ ഒരു കളർ ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ഈ റൗണ്ട് ഇങ്ങനെ തുന്നി കൊടുക്കണം കേട്ടോ. നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ സൂചിനെ ഈ റൗണ്ടിലൊന്ന് കുത്തിയിട്ട് 2 ബീഡ്സ് എടുത്തിട്ട് 2 ബീഡ്സ് അതിലിടുക കേട്ടോ. സൂചിയിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ആദ്യത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം തുന്നി വെച്ചേക്കണം ബീഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് എടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെ തന്നെ കുത്തിയിറക്കണം. ഇനി അടുത്തത് ഒന്ന് നീക്കി ആദ്യം കുത്തി കൊടുക്കുക. എന്നിട്ട് 2 ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ബീഡ്സിനുള്ള ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഈ അവസാനിപ്പിച്ച ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി എടുത്തിട്ട് അവിടെ തന്നെ കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഈ റൗണ്ടുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഈ ആദ്യത്തെ നമ്മൾ അവസാനം വെച്ചതിൻ്റെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെയുണ്ട് നമ്മൾ എടുക്കുന്നത്. നമ്മളിങ്ങനെ റൗണ്ടുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലീഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ റൗണ്ടിലും ലീഫിലും എല്ലാത്തിലും നമ്മൾ ഈ ബീഡ്സ് തുന്നി കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നൂല് വെച്ചിട്ടാണ് കേട്ടോ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം നോക്കാം കേട്ടോ. നമ്മൾ ഈ ബീഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. എല്ലാത്തിലും 2 കളർ വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണം നോക്കാം. നമ്മുടെ ഫ്രഞ്ച് നോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മളെല്ലാ റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്.
ഒരു വൈറ്റ് കളർ ബീഡ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ലീഫിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഗോൾഡിൻ്റെ കട്ട് ബീഡും കൂടെ നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലീഫിൻ്റെ ഉള്ളിൽ നമ്മൾ ഗോൾഡിൻ്റെ കട്ട് ബീഡൊക്കെ നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.